ജോർജ് അല്പമല്ല നന്നായി വിയർക്കും കേട്ടോ. മികച്ച ലീഡിലേക്ക് അബിൻ വർക്കി പോവുകയാണ്. 6341 എന്ന ലീഡിലേക്ക് അബിൻ വർക്കി പോവുകയാണ്. പക്ഷേ ആറന്മുള വലിയ മണ്ഡലമാണ്, അവിടെ 17 റൗണ്ട് വോട്ടെണ്ണാനുണ്ട്. അതുകൊണ്ട് ഇനിയും നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കാം ഒരു ഫൈനൽ ഡിസിഷൻ പറയുന്നതിന് മുൻപ്. പക്ഷേ ഇതുവരെ വീണ ജോർജ് ലീഡ് എടുത്തിട്ടേ ഇല്ല. ഒറ്റപ്പാലത്ത് 10,000 കടന്നു LDFിന്റെ ലീഡ്. 11,997 വോട്ടിന് LDF ഒറ്റപ്പാലത്ത് ലീഡ് ചെയ്യാണ്. പി കെ ശശി പരീക്ഷണം UDFിന് ഒരു ഗുണവും ചെയ്തില്ല, നഷ്ടമല്ല. ആദ്യം പി കെ ശശി ആദ്യ റൗണ്ടിൽ അവിടെ ലീഡ് ചെയ്തിരുന്നു. പക്ഷേ 11,900 ഈ ട്രെൻഡിന് വിരുദ്ധമായ ഒരു സംഗതിയാണ് എന്തായാലും ഒറ്റപ്പാലത്ത് സംഭവിക്കുന്നത്. എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. പി കെ ശശി കൂടെ കൂട്ടിയത് വ്യത്യാസം നോക്കൂ. ഫാത്തിമ തെഹ്ലിയെ പിടിച്ചിരിക്കുന്നത് 4 റൗണ്ട് 17-ൽ 4 റൗണ്ട് കഴിയുമ്പോൾ 20,281 വോട്ടുകളാണ്. അതേസമയം TP രാമകൃഷ്ണന് 14,000 വോട്ടുകൾ മാത്രമേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ 5,000 ചില്ലാൻ വോട്ടുകൾക്ക് ആണിപ്പോൾ ഫാത്തിമ തെഹ്ലിയ 4 റൗണ്ട് കഴിയുമ്പോൾ ലീഡ് ചെയ്യുന്നത്. നോക്കൂ, അബ്ദുൾ റഷീദിന്റെ ഒരു പ്രതികരണം ഈ മൊമെന്റിൽ അത് പറയാതെ പോകാൻ കഴിയില്ല. പിണറായി വിജയൻ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് VP അബ്ദുൾ റഷീദ്. ഇനി ഞാൻ തോറ്റുപോയാലും സാരമില്ലെന്ന് അബ്ദുൾ റഷീദ്. ഞാൻ അതിന് അബ്ദുൾ റഷീദിനോട് യോജിക്കുകയാണ്. ഇനി അബ്ദുൾ റഷീദ് തോറ്റുപോയാലും 6 റൗണ്ട് ഇന്നത്തെ താരം അബ്ദുൾ റഷീദ് 6 റൗണ്ട് പിണറായി വിജയനെ പിറകിൽ പിടിച്ച അബ്ദുൾ റഷീദ് ഈ ദിവസത്തിന്റെ താരമാണ്. അന്തിമ റിസൾട്ടിൽ റഷീദ് തോറ്റുപോയാലും അത് തളിപ്പറമ്പിൽ പണിയെടുത്തതാണ്. തളിപ്പറമ്പിൽ ഇത്തവണ MV PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുമെന്ന് 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ EMSഉം ഇതുപോലെ പാലക്കാട് ഒരു മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടി, അതായത് വളരെ തിൻ മാർജിൻ മാത്രമാണ് അദ്ദേഹം ജയിച്ചത്. അന്ന് VS വിജയരാഘവനാണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. അതിന് സമാനമായ രീതിയിൽ വലിയ തെരഞ്ഞെടുപ്പ് വെല്ലുവിളിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് MLA-മാരെ ടേം വ്യവസ്ഥകളൊക്കെ മാറ്റിവെച്ച് MLA-മാരെ മന്ത്രിമാരെ ഇവരെയൊക്കെ മത്സരിപ്പിച്ചത്. പക്ഷേ ഒരൊറ്റ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പിണറായി വിജയന്റെ മുഖമാണ്.